സാധാരണ പ്രശ്നത്തിന് വേണ്ടി കൊടുക്കുന്ന ഗുളികകളാണ് PDE5 ഇൻഹിബിറ്റേഴ്സ്. അത് സൈക്ലിക് GMBയുടെ ആക്ഷൻ പ്രൊലോങ് ചെയ്യും. സൈക്ലിക് GMBയുടെ ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈമാണ് PDE5. അത് നമ്മുടെ ബോഡി ഓഫ് പെനിസിലുണ്ട്. PDE5 ഇൻഹിബിറ്റേഴ്സ് നമ്മുടെ സൈക്ലിക് GMBയുടെ ആക്ഷനെ പ്രൊലോങ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. ഉദാഹരണ പ്രശ്നത്തിന് നമ്മൾ കൊടുക്കുന്ന സിഡ്നാഫിൽ, ടെഡാൽഫിൽ, വഡനാഫിൽ എന്ന് പറഞ്ഞ ഗുളികകൾ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അഫനാഫിലും ഒരു ഫോർത്ത് PDE5 ഇൻഹിബിറ്റർ ആണ്. അതിന് ലെസ് വിഷ്വൽ ഡിസ്റ്റർബൻസ് ആണ് ഉള്ളത്. പേഷ്യന്റിന് ഈ ഗുളികകൾ കൊടുക്കുക, അതിലേതാണ് നല്ലതെന്ന് നോക്കി അത് പേഷ്യന്റിനോട് സെലക്ട് ചെയ്യാൻ പറയുക. അതാണ് അതിൻ്റെ എളുപ്പമാർഗം. സിഡനാഫിൽ, ടെഡാൽഫിൽ, അവനാഫിൽ ഈ ഗുളികകൾ അവൈലബിൾ ആണ്. ഉദാഹരണ പ്രശ്നത്തിന് വേണ്ടി കൊടുക്കുന്ന ഗുളികകൾ കഴിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ട്. നൈട്രേറ്റ് അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നവർ ഇത് കഴിക്കരുത്. ആൽഫ ബ്ലോക്കർ അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നവർ ഇത് എടുക്കരുത്. കാർഡിയക് റിസർവ് കുറവുള്ളവർ ഈ ഗുളിക കഴിക്കരുത്. ഈ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ തലവേദന ഉണ്ടായെന്ന് വരും, കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടായെന്ന് വരാം, വിഷൻ കുറഞ്ഞെന്ന് വരാം, ചിലപ്പോൾ രണ്ടായിട്ട് കണ്ടു എന്നും വരാം, ചിലർക്ക് മസിലിന് വേദന അനുഭവപ്പെട്ടു എന്ന് വരാം, ഹാർട്ട് ബേൺ, ഫേഷ്യൽ ഫ്ലഷിങ് എന്നിവ അനുഭവപ്പെട്ടു എന്ന് വരാം. ഉദാഹരണ പ്രശ്നത്തിന് ഉള്ള ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അവർക്ക് സെക്ഷുവൽ സ്റ്റിമുലേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഗുളികകൾ ഫലപ്രദമാകുകയുള്ളൂ. ഫാറ്റി ഫുഡുകൾ കഴിച്ചാൽ ഉദാഹരണം കുറയും. നമ്മൾ ആദ്യത്തെ ഡോസ് അത്ര സക്സസ്ഫുൾ ആകണമെന്നില്ല. 6 മുതൽ 8 തവണ ട്രൈ ചെയ്യണം, അത് ഫലപ്രദമല്ല എന്ന് പറയുന്നതിന് മുമ്പ്.